ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സിമ്പിളായിട്ടും നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ഓയിൽ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഞാനിപ്പോൾ അതിലേക്ക് 2 സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 1 മതിയാവും കേട്ടോ. ചെറുതാണെങ്കിൽ 2 ഒക്കെ എടുക്കാം. ചെറുതെന്ന് വെച്ചാൽ മീഡിയം സൈസുള്ള സവാള ആയിട്ട് 2 എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 മതിയാവേ. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കണേ. വഴറ്റിയെടുത്തിട്ട് നന്നായിട്ട് കളറൊന്ന് മാറ്റിയെടുക്കണം. നമ്മൾ ഈ ഒരു സമയത്തിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ കളറൊക്കെ അങ്ങ് പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്താ ഈ ഒരു പാകത്തിന് നമ്മൾ സവാള ഒന്ന് വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്തെടുക്കാം. അപ്പോൾ നമ്മൾ സവാളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിന് കൂടെ തന്നെ ചെറിയൊരു തക്കാളി, അധികം വലിപ്പമില്ലാത്ത ചെറിയൊരു തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിന് കൂടുതൽ നമുക്ക് 1-2 പച്ചമുളകും കൂടി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അതിലേക്ക് ഞാനിപ്പം കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അതിൻ്റെ ഒക്കെ ഒരു പച്ച മണം മാറി കിട്ടുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കൂട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി ഏതാണെങ്കിൽ എടുക്കാം കേട്ടോ. മൈദ വേണമെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം. ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടുതൽ ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടി എടുത്താലും മൈദ എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാട്ടോ ഉണ്ടാകാൻ. നിങ്ങൾക്ക് ഏതാ വേണമെന്നനുസരിച്ചിട്ട് ആ പൊടി എടുത്താൽ മതിയേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം ഒരുപാട് ചേർക്കല്ലേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുട്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ മാവ് ഒന്നുകൂടി ഒന്ന് ലൂസായിട്ട് വരിക കേട്ടോ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടില്ല. അതിലേക്ക് നമ്മളിപ്പം 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 കോഴിമുട്ട കേട്ടോ. 1 മതിയാവും. നമ്മൾ അത്രയല്ലേ പൊടി എടുത്തിട്ടുള്ളൂ. 1 കപ്പ് പൊടിക്ക് 1 മുട്ടയാട്ടോ എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം കൂടി വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മല്ലിയിലയും കൂടിയും ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് നല്ല നൈസായിട്ട് അടച്ചെടുത്തിട്ടുള്ള നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിക്കാട്ട് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു പാകത്തിന്. അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ടിട്ട് നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം. അതിന് കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് എരിവ് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഈ ഒരു സമയത്ത് ചേർക്കാം കേട്ടോ ഒരല്പം. ഇത് നമ്മൾ നന്നായിട്ട് ഇതായത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സ്മെല്ലൊന്ന് മാറി വരുന്ന ആ ഒരു സമയത്താണ് ഇതിലേക്ക് നമ്മൾ മുട്ട ചേർക്കുന്നത്. പുഴുങ്ങി എടുത്തിട്ടുള്ള 1 മുട്ടയോ 2 മുട്ട നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഒന്നാണെങ്കിൽ 1 ചേർക്കാം, രണ്ടാണെങ്കിൽ 2 ചേർക്കാം. പുഴുങ്ങി എടുത്തതിന് ശേഷം നമുക്ക് അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി മുട്ടയൊക്കെ വരെ നിങ്ങൾക്ക് ബീഫ് ചേർക്കാം, ചിക്കൻ ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ മുട്ട ഇത് ഞാനിപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നിങ്ങൾ ബീഫ് വെച്ചിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മിക്സഡ് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി അല്ല ചിക്കനാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതും അല്ലെങ്കിൽ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് സമയം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഉണ്ടാകാൻ. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ലത് മുട്ടയാണ്. മുട്ട ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ മൈദയുടെ മിക്സിയിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മൾ ആ ഒരു മുട്ടയുടെ മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ.
അപ്പോൾ ഇതിൽ നമ്മളിപ്പം മുട്ടയോ ബീഫോ ചിക്കനോ ഒന്നും ചേർക്കാതെ ഈ ഒരു മസാല മാത്രമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി മുട്ട വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് നമ്മൾ മുട്ട വറവൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ, ആ ഒരു രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മുട്ട വേവിക്കുന്നതിന് പകരം മസാല റെഡിയാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഒന്ന് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കിയെടുത്താൽ മതി. അതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കൂട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ രീതിക്കാട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അധികം ലൂസായി പോകാനേ പാടില്ല, നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാകാൻ. അപ്പോൾ ഈ ഒരു ഇതിക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മളിതാ ഒരു പാനിലേക്ക് 1/2 ടീസ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂണ് മാവ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം. അധികം പരത്തിയെടുക്കണ്ട കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇനി നമ്മളിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ചെയ്യുന്നത്. അടച്ച് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സോ അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി, നമ്മൾ നേരത്തെ കുരുമുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-30 സെക്കൻഡ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നന്നായിട്ട് മുകൾ ഭാഗം ആറി ഇതൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കളറൊന്ന് മാറാം, ഒന്ന് മുരിഞ്ഞ് വരുന്ന ആ ഒരു സമയം മാത്രം മതിയാവും കേട്ടോ, ഒരുപാട് സമയമൊന്നും വെക്കേണ്ടിയില്ല. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മുരിഞ്ഞ് കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് രാവിലേക്ക് ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ട് റെസിപ്പി ആട്ടോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാനും പറ്റും. നമുക്ക് കറി ഒന്നും ആവശ്യമില്ലല്ലോ, ഒരുപാട് കറി ഒന്നും ഉണ്ടാക്കി നമ്മളെ സമയം ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇഷ്ടത്തോടു കൂടി കുട്ടികളും കഴിക്കും, നമുക്കും കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.